ഏറെ കൊട്ടിഘോഷിച്ച പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം വലിയ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3,45,00,000 രൂപയുടെ അധിക ചെലവാണ് ഇതിൽ ദേവസ്വം ബോർഡിനുണ്ടായിരിക്കുന്നത്. പ്രതീക്ഷിച്ച സ്പോൺസർഷിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക ദേവസ്വം ബോർഡിന്റെ നഷ്ടക്കണക്കിലേക്ക് വരികയാണ്. നേരത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി ഹൈക്കോടതി അനുമതി നൽകുമ്പോൾ കൃത്യമായ വ്യവസ്ഥകൾ വെച്ചിരുന്നു. അതായത് ദേവസ്വം ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്, അതോടൊപ്പം തന്നെ ഈ പണം ഇടപാടുകളിൽ കൃത്യമായ സുതാര്യത ഉറപ്പുവരുത്തണം എന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ പലതിലും പൊരുത്തക്കേടുകളാണ് ഉള്ളത്. സ്വതന്ത്ര ഓഡിറ്ററായിട്ടുള്ള വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് TDBക്ക് വേണ്ടി ഈ കണക്കുകളെല്ലാം പരിശോധിച്ചത്. ആ രേഖകൾ പരിശോധിച്ച ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാന വേദിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിന് കൃത്യമായ ടെൻഡറില്ല. അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ VIP ഏരിയയിൽ ഭക്ഷണം നൽകിയത്, മറ്റ് വുഡൻ ചെയറുകൾ ഇട്ടത്, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രേഖകളില്ല എന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് അപ്പവും അരവണയും വിഭൂതിയും ചന്ദനവുമെല്ലാം നൽകിയാണ് അവർക്ക് മടക്കി വിട്ടത്. അതിലും കൃത്യമായ രേഖകളില്ല. അപ്പോൾ അമിത ചെലവും ദുർവ്യയവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി ഇന്ന് ചെയ്തിരിക്കുന്നത് ഈ കണക്കുകളെല്ലാം സംസ്ഥാന ഓഡിറ്റിനോട് പരിശോധിക്കാനും അതിൽ കൃത്യമായ വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകാനുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 10 ദിവസത്തിന് ശേഷം കേസ് വീണ്ടും കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴായിരിക്കും കോടതി ഇതിൽ ഈ ദുർവ്യയം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പോലും ഒരു അന്വേഷണം മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും വിജിലൻസ് അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതയുമാണുള്ളത്. അങ്ങനെയെങ്കിൽ 2025 PS പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള ഭരണസമിതി ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നേരിടുന്നതിന് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ കൂടി വലിയ കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.